ജോയിച്ചേട്ടൻ നമ്മളിടക്ക് വിളിക്കും, ഇടക്ക് രാത്രിയൊക്കെ വിളിക്കും, പെട്ടെന്ന് റൂമിലോട്ട് വരാൻ പറയും, എന്നിട്ട് പെട്ടെന്ന് ചെയ്യിപ്പിക്കും. ചില സീൻ ചെയ്യടാ അതെങ്ങനെയുണ്ട്, അൺഎക്സ്പെക്ടഡ് ആയിരിക്കും. ഞങ്ങള് പാനിക്കായി പോകും. ഞങ്ങക്ക് ജോയിച്ചേട്ടൻ നമ്മൾ ഒരു പരിധി ക്യാമ്പിലൊക്കെ ഇരിക്കുമ്പോ നീ ആരും വിളിക്കരുത്, ജൂനിയേഴ്സിനെ മാത്രമേ വിളിക്കാൻ ഒരു ക്വാറന്റൈൻ ആയിരുന്നു ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് തന്നിട്ടില്ല ജോയിച്ചേട്ടൻ. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് തരില്ല. എന്താന്ന് വെച്ചാല് ആ ഫിനാൻഷ്യൽ കാര്യം മാത്രം നോക്കിയിട്ട് പോയതാണ്. ഓൾറെഡി എന്നോട് പോകുമ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു, കാരണം സാധാരണ അങ്ങനെ ഒരു ഷോയിലേക്ക് പോകുന്നത് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഓൾറെഡി എനിക്ക് നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു എന്തിനാ പോണേ, ഓൺലി ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടി മാത്രം പോയതാണ്. അവന്റെ സ്റ്റേജ് ഭയങ്കര വലിയ അടിപൊളിയായി, ഭയങ്കര സന്തോഷം. ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ സിനിമയിലും ഒരു സൗഹൃദത്തിലെ ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. നമസ്കാരം. പണി എന്നുള്ള സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ റിവ്യൂ രണ്ടുപേരുടെ ഭയങ്കര വൈറലായിരുന്നു. ഒന്ന് കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞൊരു ഫിലിം മേക്കറിൻ്റെ, പിന്നെ അനുരാഗ് കശ്യപിൻ്റെ. രണ്ടുപേരുടെ റിവ്യൂ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇങ്ങനെ ഭയങ്കര ചർച്ചയായിരുന്നു. അത് കാർത്തിക് സുബ്രാജ് പറഞ്ഞ എഡ്ജ് ഓഫ് ദ സീ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള ഹൈപ്പ് കണ്ടിട്ട് സംസാരം ഉണ്ടായിരുന്നു. സുബ്രാജ് നിങ്ങളെ പടം കണ്ടു, ഭയങ്കര എക്സൈറ്റഡ് ആണ് ആള്. സാറ് കാർത്തിക് സുബ്രാജ് മുന്നേ കണ്ടായിരുന്നു, പക്ഷെ മ്യൂസിക് ഒക്കെ എല്ലാം സെറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. മ്യൂസിക് എല്ലാം ക്ലിയർ ആയിട്ട് ആൾ കണ്ടു, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ പ്രോജക്റ്റിന്. ഇടയിൽ ഇപ്പൊ ചോദിച്ചേട്ടൻ ഒരു സ്റ്റോറി നിട്ടിരുന്നു, എന്തിനാ പേടിക്കുന്നത്, ഇത് വൻ പരിപാടിയാണ്, അടിപൊളിയായിട്ടിരിക്കും. അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു എനർജി. ഇത്രയും വലിയ ലെജൻസ് ഈ ഒരു സിനിമ കണ്ടു, മണിരത്നം സാറാണെങ്കിലും കമലഹാസൻ സാറാണെങ്കിലും കാർത്തിക് സാറാണെങ്കിലും അനുരാഗ് കശ്യപ് സാറാണെങ്കിലും അവർക്കൊക്കെ ഈ സ്ക്രീനേഴ്സ് അയച്ചു കൊടുത്ത് അങ്ങനെ അല്ല, ഓൾറെഡി തഗ് ലൈഫിൽ ജോയിച്ചേട്ടൻ ആ സമയത്ത് മണിരത്നം സാറ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കാർത്തിക് സുബ്രാജ് സാറിന്റെ കൂടെ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ സൂര്യപ്പടം. പിന്നെ ഓൾറെഡി അവര് പഴയ ജഗമേതന്ത്രമൊക്കെ ചെയ്ത ഇതാണല്ലോ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചും അത് തന്നെയാണ്. അതിനപ്പുറത്ത് ജോയിച്ചേട്ടൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയിൽ. അപ്പം ആക്ടർ എന്നതിനപ്പുറത്തേക്ക് ജോയിച്ചേട്ടൻ ഒരു ഡയറക്ടറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സിനിമ കൂടിയാണ് പണി. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മളും 24-ാം തീയതി ഞങ്ങളും കാത്തിരിക്കുന്നത്. നിങ്ങള് ഇതിന്റെ ഔട്ട് കണ്ട് അങ്ങനത്തെ അതായത് ഞങ്ങളുടെ ഡബ് പോർഷനും നമ്മുടെ സിങ്ക് സൗണ്ട് ആണ് പടം. പിന്നെ ഇടയ്ക്ക് ഡബ് കറക്ഷൻ ഇതൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളും തീരുമാനിച്ചു ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ പടം കാണുന്നില്ല, തിയേറ്ററിൽ കാണുമ്പോൾ. അത് എനിക്കൊന്ന് ചോദിച്ചിട്ടെടുത്ത നല്ലൊരു തീരുമാനം കൂടിയാണ്. നമ്മൾ ഇതുവരെ എന്താണ് സിനിമ എന്ന് ഇപ്പോഴും ഒറ്റ സ്ട്രെച്ചിൽ ഇപ്പോഴും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താന്ന് വെച്ചാല് ഒരു 1.5 വർഷത്തെ കഷ്ടപ്പാടുണ്ട് പണി. ഇപ്പൊ ജോയിച്ചേട്ടൻ ഷൂട്ട് തുടങ്ങി അല്ലെങ്കിൽ ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് ഇതുവരെ പണി എല്ലാ ദിവസവും പുള്ളി പണിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ച് ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടമാണ്. ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. സ്ക്രിപ്റ്റും പുള്ളി തന്നെയാണ്, പ്രൊഡക്ഷൻ പുള്ളിയാണ്, പ്രഷറിലൂടെയാണ് പണി എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ എന്തായാലും പുള്ളി ഒന്നിനും കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ടെക്നിക്കലി ആണെങ്കിലും എല്ലാത്തിനും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഫസ്റ്റ് സിനിമയാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിനിമയുടെ ആക്ടിംഗ് മീറ്റർ എന്നൊക്കെ പറയണത് വേറെ തന്നെ. അപ്പം ഞങ്ങളെ സെലക്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് തൃശ്ശൂർ ആക്ടിംഗ് ക്യാമ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങളെ മാത്രമല്ല, ഇതിൽ 160-ലധികം മെയിനായിട്ട് 100-ലധികം തന്നെ പുതുമുഖങ്ങളാണ് സിനിമയിൽ കൂടുതലും. പരിചയമായിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. അവരൊക്കെ ജോയിച്ചേട്ടൻ്റെ ഒരു ഡിസൈൻ ഉണ്ട് സിനിമയിൽ. എല്ലാ ക്യാരക്ടറിനെ പറ്റിയിട്ടും അവരുടെ കോസ്റ്റ്യൂം, അവരുടെ ലുക്ക്, എല്ലാ ഡിസൈൻ കംപ്ലീറ്റ്ലി ജോയിച്ചേട്ടനാണ്. അങ്ങനെയാണ് പണി. നിങ്ങളെ വിളിക്കുമ്പോ ഈ കഥാപാത്രത്തെ പറ്റിയാണോ ഇപ്പൊ ജോയിച്ചേട്ടൻ ആദ്യം പറയുന്നത്, അതോ ഈ സിനിമയുടെ ഒരു ടോട്ടൽ ഇപ്പൊ ഈ ഗ്യാങ് വാറും തൃശ്ശൂരിലുള്ള ഗ്യാങ് വാർ സ്വഭാവം ഒക്കെ ഉണ്ടല്ലോ? എന്റെ അടുത്താണ് ഫസ്റ്റ് ജോയിച്ചേട്ടൻ ഇതിന്റെ പോട്ട് പറയുന്നത്. ജോയിച്ചേട്ടൻ പറയുമ്പോ എന്റെ അടുത്ത് ഓരോ സീക്വൻസസ് ആയിട്ട് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നത്. എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഈ ക്യാരക്ടറിന്റെ സ്വഭാവം ഇങ്ങനെയാണ്, അത്രയും പ്ലാനിങ് ആണെന്നുള്ള രീതിയിൽ ക്യാരക്ടറിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡേ ബൈ ഡേ
ഇതിന്റെ കുറെ എലമെന്റ്സ് ആഡ് പിന്നീടാണ് സിനിമ ഇത്രയും വലിയൊരു സിനിമ എന്നുള്ള പ്രോസസ്സിലേക്ക് വന്നത്. ഫസ്റ്റ് ക്യാരക്ടറിന് സ്കെച്ച് തന്നു, പിന്നെ ഇവനും കൂടി വന്നതിന് ശേഷം എന്നോടും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെ സിനിമയെ പറ്റി മൊത്തത്തിൽ പറഞ്ഞു. ഫസ്റ്റ് ഡേ എനിക്ക് ഓർമ്മ, ജോചേട്ടൻ ജോചേട്ടന്റെ വീട്ടിലാണ് എന്നെ വിളിക്കണേ. ജോചേട്ടൻ വീട്ടിലോട്ട് വന്ന് സിനിമ ജോചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തന്നു. എന്നിട്ട് ഇതാണ് നിന്റെ ക്യാരക്ടർ. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്കിത് ചെയ്യാൻ പറ്റുമോ. കാരണം നമ്മളിപ്പോ ചെയ്ത് ഭയങ്കര കോമഡി ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അതുമായിട്ടൊന്നും ഒരു ബന്ധം പോലും ഇല്ലാതെ ഇങ്ങനത്തെ ഒരു, അപ്പൊ ഞാൻ ജോചേട്ടന് പക്ഷെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. അപ്പൊ ജോചേട്ടൻ ഇങ്ങനെ ഓരോന്ന് ഇവനോട് തന്നെ എന്റെ മാനറിസംസ് ജോചേട്ടൻ കാണിച്ചു തരും. ഇങ്ങനെയായിരിക്കണം ഈ ക്യാരക്ടർ, ഇങ്ങനെയായിരിക്കണം ഈ ക്യാരക്ടർ. അഭിനയിച്ച് കാണിക്കോ? പിന്നെ പുള്ളി അഭിനയിച്ച് കാണിച്ചു തരും. 60ഓളം പുതിയ ആൾക്കാരെന്ന് പറഞ്ഞല്ലോ, ഈ എല്ലാ ടേഷനിൽ നിന്നിട്ട് ഇങ്ങനെ പ്രേസ് ചെയ്ത് അഭിനയിച്ച് കാണിച്ചുകൊണ്ടിരിക്കും. അതെ, ആ ജോയിച്ചേട്ടൻ അഭിനയിക്കുന്ന രീതിയിൽ എല്ലാരും അഭിനയിച്ചോളണം. അഭിനയത്തിനപ്പുറത്ത് സിംഗ് സൗണ്ട് പടം കൂടിയാണ്. അപ്പം പുള്ളി പറയും. അപ്പം അതായത് നമ്മളോട് ഇപ്പൊ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത കുറെ സീനുകളുണ്ട് ഈ സിനിമയിൽ. പക്ഷെ പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് എത്ര സമയം വേണമെങ്കിലും പുള്ളി എടുത്ത് അങ്ങനെ അത് ചെയ്ത് കാണിപ്പിച്ചു തരും. എന്നിട്ട് പുള്ളി അത് പറയും, ആ ഒരു അവസ്ഥ പറഞ്ഞു തരും. അങ്ങനെ മെന്റലി നമ്മൾ അതിലേക്ക് എത്തിച്ചു എങ്ങനെങ്കിലൊക്കെ പുള്ളി എത്തിക്കും. നമ്മളിപ്പോഴും ഇപ്പൊ മലയാള സിനിമയിലൊക്കെ കൂടുതൽ കണ്ടിരിക്കുന്നത് ഈ ഡയറക്ടർ ടേൺഡ് ആക്ടർ ആണല്ലോ. ഇപ്പൊ ദിലീഷ് പോത്തനായാലും ബേസ് ഒക്കെ എല്ലാവരും സംവിധായകരാവാൻ വരുന്നു, പിന്നെ അവര് ആക്സിഡന്റലി ടേൺഡ് ആക്ടർ എന്ന്. പക്ഷെ ഇത് നേരെ തിരിച്ചാണല്ലോ. ജോയിച്ചേട്ടൻ്റെ കാര്യത്തില് ആക്ടർ ടേൺ ഡയറക്ടർ ആണല്ലോ. അവിടെ ബാക്കി കോ ആക്ടേഴ്സിന് പണിയാണോ അതോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണോ? അത് പണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എല്ലാ ആക്ടേഴ്സിനും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിപ്പോ നമുക്ക് അടുത്തൊരു സിനിമയിൽ കിട്ടുമെന്ന് അറിയില്ല. ഇപ്പൊ ചില ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് ക്യാരക്ടർ എന്ന് പറഞ്ഞു തരാൻ പറ്റും, അഭിനയിച്ച് തരാൻ ചിലവർക്ക് പറ്റുന്നില്ല. ചോദിച്ചിട്ടൊരു ആക്ടർ ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ക്യാരക്ടർ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഇത് തന്നെയാണ് വേണ്ടത്. ജോയിച്ചേട്ടൻ കാണിക്കുന്ന രീതിയിലേക്കൊന്നും നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട് ക്യാരക്ടറിലേക്ക് അഭിനയിക്കാം. പക്ഷെ ഈസിയാണ്, അഭിനയിച്ച് കാണിച്ചു തരികയാണല്ലോ. എന്നെ സംബന്ധിച്ച് പാടായിരുന്നു. കാരണം ജോയിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു ആക്ടർ നമ്മളൊക്കെ കണ്ടതാണ്. പിരട്ട പോലത്തെ പടങ്ങളൊക്കെ ഞാൻ കണ്ട് വണ്ടടിച്ചിരുന്നിട്ടുണ്ട്. അപ്പം ജോയിച്ചേട്ടൻ ഒരു സാധനം വേണം. അതിൽ ചിലപ്പോ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു നോട്ടായിരിക്കും, ഒരു മൂളലായിരിക്കും. അത് ജോയിച്ചേട്ടന് ആ സാധനം വേണമെന്ന് പറഞ്ഞാൽ ജോയിച്ചേട്ടൻ അത് വേണം. അതിനു വേണ്ടി ചിലപ്പം പുള്ളി എത്ര ടേക്ക് ആണെങ്കിലും പോകും. അപ്പൊ എന്നെ സംബന്ധിച്ച് ജോയിച്ചേട്ടൻ ഇത്രയും നാളത്തെ ആക്ടിങ് എക്സ്പീരിയൻസ് കൊണ്ട് ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് ആൾക്കാരെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറക്കാരിയല്ല, കൂടുതലും പുതുമുഖങ്ങളാണ്. അപ്പം ആ ഒരു റിസ്ക് എനിക്ക് തോന്നുന്നു ജോയിച്ചേട്ടന് ഭീകര റിസ്ക് ആണ്. പിന്നെ ഈ പടത്തിനൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ എക്സാമ്പിൾ വെച്ച് നമ്മളൊരു ഇതിന്റെ വലിയൊരു സിനിമയാണ് ഇത്. സിനിമ കാണുമ്പോൾ ട്രെയിലർ കാണുമ്പോൾ അത് മനസ്സിലാവും വലിയൊരു പടമാണ്. ഇപ്പൊ ഈ പടത്തിലൊരു മെയിൻ ആയിട്ടൊരു സീൻ അത്യാവശ്യം ഒരു ചെലവുള്ള ഒരു സീനായിരുന്നു. പക്ഷെ 1-2 ഷോട്ടുകൾ എന്തൊരു മിസ്സിങ്. കാരണം വീണ്ടും കോംപ്രമൈസ് ചെയ്യാണ്ട് അത്രയും എക്സ്പെൻസിന് എടുത്തിട്ട് വീണ്ടും ഒരു ദിവസം കൂടി ഷൂട്ട് ചെയ്തു. അങ്ങനെയാണ് ഈ സിനിമയിലെ എല്ലാ സീനുകളും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലും എനിക്കത് ഇന്ന ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഷോട്ട് അത് മതി, അത് കുഴപ്പമില്ല, കോംപ്രമൈസ്ഡ് ആയിരുന്നല്ലോ പരിപാടി ഈ സിനിമയിലില്ല. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തതുകൊണ്ടാ. ഈ ഒരു സിനിമ ഞങ്ങളുടെ ഇടക്കിടക്ക് പറയും, പണി എന്ന് പറഞ്ഞ സിനിമ എല്ലാ സിനിമയ്ക്ക് അതിൻ്റെ വാല്യൂ ഉണ്ട്. പക്ഷെ ഈ പണി എന്ന് പറഞ്ഞ സിനിമ ഒരു 10 പടം ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആൾക്കാർക്കും ആ ഒരു ഫീൽ തന്നെയാണ്. എല്ലാവർക്കും ഇത് അടുത്തൊരു വലിയൊരു പ്രൊഫൈൽ ആവും എന്നാണ് ഞങ്ങളെല്ലാരും വിശ്വസിക്കുന്നത്. ഷൂട്ടിന് മുമ്പ് ഈ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3 മാസം ഞങ്ങളൊരു മനയിലായിരുന്നു. അതെ, അതായത് എന്താന്ന് വെച്ചാൽ ജോയിച്ചേട്ടന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഓഫ് സ്ക്രീൻ നമ്മൾ ഭയങ്കര സിങ്ക് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഓൺ സ്ക്രീൻ അത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു ജോയിച്ചേട്ടന്. അപ്പൊ നമ്മൾ മാക്സിമം മിംഗ്ലയിപ്പിക്കാനും അതിനു വേണ്ടിയിട്ട് തന്നെ ജോയിച്ചേട്ടൻ നമുക്ക് ഒരു മനയായിരുന്നു, തൃശ്ശൂരിലൊരു മനയിലൊരു വീടൊക്കെ എടുത്തു തന്നു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കുറെ നാള്. അപ്പൊ അങ്ങനെ ഇപ്പം ജോയിച്ചേട്ടൻ ഇങ്ങനെ ഓരോ ദിവസം വിളിക്കും, എടാ എന്തായടാ. കാരണം ജോയിച്ചേട്ടനെ സംബന്ധിച്ച് ജോയിച്ചേട്ടന്റെ ഫസ്റ്റ് ഡയറക്ഷൻ ആണ്. കുറെ ആർട്ടിസ്റ്റുകളെ വേണമെങ്കിൽ ജോയിച്ചേട്ടനെ ചൂസ് ചെയ്യാം, എന്തോരം ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം ജോയിച്ചേട്ടനെ എല്ലാ ദിവസവും വിളിക്കും, എന്തായടാ. അപ്പൊ ഞങ്ങൾ പറയും, ജോയിച്ചേട്ടാ നടക്കണ്ടേ. ലാസ്റ്റ് മൊമെന്റ് വരെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എന്നെ മാറ്റാം. കാരണം എനിക്ക് എൻ്റെ ഷൂട്ട് തുടങ്ങുന്നവരെ എൻ്റെ പെർഫോമൻസിൽ എനിക്ക്, കാരണം ഇത് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നെ. പക്ഷെ ജോയിച്ചേട്ടൻ അത്
മാറ്റിത്തന്നു. ഈ ഡൗട്ട് എന്ന് പറഞ്ഞാൽ അതായത് നമ്മള് കൈവെക്കുന്ന ഏരിയ ഫുള്ള് ഏതാണ്ട് കോമഡി അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ കൈവച്ചിട്ട് ക്യാരക്ടർ നേരെ സ്വിച്ച് ചെയ്യുന്നോണ്ടാണ് സ്വിച്ച് ചെയ്യുന്നതിന്റെ മാത്രമല്ല, സിനിമ എന്ന് പറയുന്നതിന് സിനിമയുടെ ആക്ടിങ് മീറ്ററേ വേറെയാണ്. അവിടെ ഭയങ്കര റിയലിസം ആണ്, ഭയങ്കര ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റണമല്ലോ. പക്ഷെ ഇവിടെ ജോജി ചേട്ടൻ കോംപ്രമൈസ്ഡ് അല്ല. ജോജി ചേട്ടൻ ഒരു സംഭവം വേണമെങ്കിൽ അത് വേണം. അത് അത്രത്തോളം ടാലന്റഡ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അത് ജോജി ചേട്ടൻ നമ്മളിടക്ക് വിളിക്കും, ഇടക്ക് രാത്രിയൊക്കെ വിളിക്കും, പെട്ടെന്ന് റൂമിലോട്ട് വരാൻ പറയും, എന്നിട്ട് പെട്ടെന്ന് ചെയ്യിപ്പിക്കും. ചില സീൻ ചെയ്യടാ അതെങ്ങനെയുണ്ട്, അൺഎക്സ്പെക്ടഡ് ആയിരിക്കും. അപ്പൊ ഞങ്ങള് പാനിക്കായി പോകും ഞങ്ങക്ക്. അപ്പം ജോജി ചേട്ടന് എവിടെയൊക്കെ ചിലപ്പോ ഒരു പേടി ഉണ്ടായിരുന്നിരിക്കും അല്ലേ, റിയാലിറ്റി ആണ്. പക്ഷെ ഞങ്ങള് ജോയിച്ചേട്ടൻ ഒരു ടൈമിൽ നമുക്ക് ചില സിനിമകൾക്ക് ഇത്ര സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഈ പ്രൊഡക്ഷൻ ഒരു ക്യാരക്ടറിലേക്ക് പഠിക്കാനും മനസ്സിലാക്കാനും. പക്ഷെ ഈ സിനിമയ്ക്ക് നമുക്ക് എത്രത്തോളം പഠിപ്പിച്ചു തരാൻ പറ്റും. അതിന്റെ ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് തന്നിട്ടില്ല ജോജി ചേട്ടൻ. സ്ക്രിപ്റ്റ് വരെ ഇല്ല. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് തരില്ല. എന്താന്ന് വെച്ചാല് അല്ലല്ല, ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഫസ്റ്റ് പറഞ്ഞതിന് ശേഷം ഇതിൽ ഡയലോഗ്സ്, കാരണം നമ്മൾ നമ്മുടെ രീതിയിൽ ഒരു പഠനം ഉണ്ടാക്കും, നമ്മൾ നമ്മളെ രീതിയിൽ ആക്ടിങ് ചെയ്ത് നമ്മള് അത് സ്വാഭാവികമായിട്ട് നമുക്കൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു പേടി ഉണ്ടായിട്ടുണ്ടോ. ജോജി ചേട്ടന്റെ ഉള്ളിൽ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു ഈ രണ്ട് ക്യാരക്ടറിനെ പറ്റി. സ്പോട്ടിലാണ് അപ്പം ഡയലോഗ് കാര്യങ്ങളൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ മുന്നറിയും. പക്ഷെ നമ്മൾ പൊതുവെ സിനിമകൾ നമുക്ക് തലേദിവസം സീൻ വരും, നമ്മള് അത് പറയുന്നു. പക്ഷെ അങ്ങനെയല്ല, അത് നമ്മുടെ ഒരു ഫ്രഷ്നസ് കിട്ടാൻ വേണ്ടിട്ട് പുള്ളി അങ്ങനെയൊക്കെയാണ് ചെയ്യിപ്പിച്ചെടുത്തേക്കണത് നമ്മളെ. ചോദിച്ചിട്ട് നമ്മള് ഒരു പരിധി ക്യാമ്പിലൊക്കെ ഇരിക്കുമ്പോ നീ ആരും വിളിക്കരുത്, ജുനൈസിനെ മാത്രമേ വിളിക്കാൻ ഒരു ക്വാറന്റൈൻ ആയിരുന്നു ഞങ്ങള്. ജുനൈസിനെ മാത്രം എന്നോട് വിളിച്ചു പറയും, എടാ വേറെ പരിപാടികൾക്കൊന്നും പോകരുത്, നിങ്ങള് ഈ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോകും, വേറെ ജോലി പരിപാടികളൊന്നും ചെയ്യരുത്. അപ്പൊ ഞങ്ങളിങ്ങനെ എല്ലാ ദിവസവും വിളിക്കും പുള്ളി. നമുക്ക് ക്യാമ്പൊക്കെ ആണെങ്കിലും മാർക്കറ്റിൽ പോവാ, അവിടത്തെ കുറെ ക്യാരക്ടേഴ്സിനെ പഠിക്കുക. ഞങ്ങളോട് രാവിലെ ഫിഷ് മാർക്കറ്റിലൊക്കെ പോകാൻ പറയും. എന്നിട്ട് അവിടുത്തെ ആൾക്കാർ രാവിലെ തൃശ്ശൂരും മാർക്കറ്റിൽ മറ്റേ സാധനം നമ്മള് മീനൊക്കെ ഓടിയില്ല ആ ടൈമിൽ ഇവരൊരു ആവേശമുണ്ട്. ഈ മീൻ വരുന്ന സമയത്ത് ഇവരുടെ കുറച്ച് മാനറിസും കാര്യങ്ങളൊക്കെ അതൊക്കെ നോട്ട് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരു ഞാനിപ്പോ സിനിമയുടെ ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞത് ചിലപ്പോ എല്ലാ സിനിമകൾക്കും ഞാൻ ചെയ്തൊരു സിനിമയിലേക്ക് ഇത്രയും ടൈമൊന്നും കിട്ടിയിട്ടില്ല ഈ പ്രോസസ്സ്. ഇപ്പം പറയായിരുന്നു എന്നെയൊക്കെ സംബന്ധിച്ച് ഒരു 10 സിനിമ ചെയ്താൽ കിട്ടുന്ന അത്രയും ഒരു സംഭവം ഉണ്ടല്ലോ സിനിമയില്. അത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും അടുത്ത ക്വാറന്റൈൻ എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് ഇറങ്ങി ഇന്ന് വരെ അതിൽ തന്നെയാണ്. പക്ഷെ അത് ഭയങ്കര അടിപൊളിയാണ്. അത് ഞങ്ങൾ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇപ്പോ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളൊരു സിനിമ ഒരു കാർത്തിക് സുബ്രാജിലേക്ക് എത്തിക്കാൻ പറ്റുക, നമ്മുടെ പെർഫോമൻസ് കാണിക്കാൻ പറ്റുക, മണിരത്നം സാറിനെ കാണാൻ പറ്റുക, അതൊക്കെ ഒന്നും എന്നെ സംബന്ധിച്ചൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. റീസെന്റ് ഒരു വലിയൊരു ആക്ടർ, അത് ഞാൻ എന്തായിട്ട് പറയുന്നതല്ല, ആ ആക്ടർ പറഞ്ഞിരുന്നത് ഞാൻ 10-85 സിനിമകൾ ചെയ്തിരുന്നു. അപ്പൊ ആളൊരു സിനിമയ്ക്ക് കമലഹാസൻ സാറിന്റെ അടുത്ത് പോയപ്പോ ഞാൻ ഏത് സിനിമ പറഞ്ഞ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. ആസിഫ് അലി പറഞ്ഞു, അത് പേരെടുത്ത് പറഞ്ഞ. പക്ഷെ ഞങ്ങളത് ഭയങ്കര ഇതായിട്ട് പറയുന്നില്ല. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഈ സിനിമ തുടങ്ങുമ്പോൾ ഇത്രയും വലുപ്പത്തിൽ എന്നുള്ള രീതിയിൽ ഇത്രയും ഭാഷയിലേക്കൊന്നും പോകുന്ന അറിയില്ല. പക്ഷെ ഇന്ന് ഇത്രയും വലിയ ഭാഷയിലായിരുന്നു കമലഹാസൻ സാർ പടം കണ്ടു. അപ്പൊ ഞാനോട് പറയും ഈ ഒരു ഒറ്റ സിനിമ മതി നിനക്ക് ഇന്ത്യയിൽ എവിടെ പോയിട്ട് പറയാം ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചതാണ്. അത് ഭയങ്കര ഭാഗ്യമാണ്. സിനിമേനെ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല ഓഡിയൻസിന്, പക്ഷെ നമ്മളെല്ലാരും പ്രതീക്ഷയിൽ തന്നെയാണ്. അപ്പോ അതാണ് എല്ലാ കൊമേഴ്ഷ്യൽ എലമെന്റും ഉള്ള ഒരു സിനിമയാണ്. ടെക്നിക്കലിയും ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഇപ്പൊ യങ്സ്റ്റേഴ്സിനും ഫാമിലിക്കും എല്ലാ ആൾക്കാർക്കും ഇതില് ഓരോരോ ഹുക്കപ്സ് ഉണ്ട്. നിങ്ങളെ വിളിക്കുന്നത് ആക്ച്വലി ഇപ്പൊ ജോജു ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്, അങ്ങനെ അതിന്റെ പെർഫോമൻസ് കണ്ടിട്ടാണോ ശരിക്കും ഈ ക്യാരക്ടേഴ്സിൽ വിളിക്കുന്നത്? അല്ല, ജോജി ചേട്ടന്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു കഥ വന്നപ്പോ ഈ 2 ക്യാരക്ടേഴ്സ് വന്നപ്പോ ഇവന്മാര് ഇത് ഓക്കെ ആയിരിക്കും എന്ന് ജോജി ചേട്ടന് തോന്നി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് പ്രശാന്ത് ഏട്ടനെ കണ്ടായിരുന്നു. പ്രശാന്ത് ഏട്ട അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞോടാ നിങ്ങളെ വെച്ചിട്ട് ജോജി ചേട്ടൻ വൻ പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ 2 ക്യാരക്ടേഴ്സ് ആൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രൊജക്ട് തന്നെ ഭയങ്കരമായിട്ട് തോന്നായത്. അപ്പൊ പരിപാടിയാണ് ശരിക്കും മുറുക്കി പിടിച്ചോ. പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും ഇവരിൽ ഒരു സാധനം ഉണ്ടാവും തോന്നിയിട്ടുണ്ടാവും. ക്യാരക്ടർ എന്ന് തോന്നി. ജുനൈസിൽ ഇപ്പോ ഈ കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നിൽക്കുമ്പോൾ ഈ സ്ഥിരമായിട്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു പ്രഷർ സാധനം ഉണ്ടല്ലോ, അത് എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്.
ഇത് ഭയങ്കര പ്രഷർ പോയിന്റിലേക്ക് കിടക്കുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പും ഒരു ഏജ് ഉണ്ടല്ലോ, ഈ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടന്റ് ഇടുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത കണ്ടന്റ് ചിലപ്പോൾ റീച്ച് ആവുന്നു, അങ്ങനെ ഹൈയും ലോവും കൂടെ ഉള്ള ഇത് ഭയങ്കര പ്രഷർ തോന്നാറുണ്ടോ? ഞാന് 2007 ഒരു എനിക്ക് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടി തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ജോലി നിർത്തി. ഞാൻ ഫുൾ ടൈം ഇതാണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമും കൊണ്ട് പോകാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് എന്തോ എനിക്കൊരു ഡൗൺ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഓരോ മാസം വിടുന്ന വീഡിയോസിനൊക്കെ നല്ല റീച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്, എല്ലാവർക്കും ഒരു കണ്ടന്റ് ബ്ലോക്ക് വരും. പിന്നെ ആ സമയത്ത് ക്രിയേറ്റേഴ്സും വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ഇപ്പം എല്ലായിടത്തും ക്രിയേറ്റേഴ്സ് അല്ലേ, ആൾക്കാർ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടന്റ് നമ്മൾ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ ഒരിക്കലും ആർക്കും ഒന്നും നിലനിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പൊ ഇപ്പൊ ഞാൻ കണ്ടന്റ് ക്രിയേഷൻ ഇപ്പം കുറച്ചായി. ഇപ്പൊ അങ്ങനെ വീഡിയോസ് ഇടലൊക്കെ കുറവാണ്. അപ്പൊ ഇപ്പൊ അടിപൊളി കിടിലം ക്രിയേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരെ കൂടെ പിടിച്ചു വെക്കാൻ പാടാണെന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ വീഡിയോസ് ഇടുന്നതിനൊക്കെ റീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ റിലേറ്റബിൾ കണ്ടന്റുകളൊക്കെയാണ് ഇടാറ്. അപ്പം പക്ഷെ ഇതൊരു വേറെ ഒരു കാറ്റഗറി വന്നല്ലോ. ഇപ്പം പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഒരു ഡോക്ടർ എഞ്ചിനീയർ ആണെങ്കിൽ ഇപ്പൊ 3 ക്രിയേറ്റേഴ്സും 2 യൂട്യൂബേഴ്സും ഒരു ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഇതിനൊരു സാച്ചുറേഷൻ പോയിന്റ് എന്തായാലും എത്തും. അപ്പൊ പ്ലാറ്റ്ഫോമുകൾ അപ്ഡേറ്റ് ആവുമായിരിക്കാം, കണ്ടന്റുകൾ അപ്ഡേറ്റ് ആവുമായിരിക്കാം. പക്ഷെ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഈ സിനിമ എന്നുള്ള ഇൻട്രസ്റ്റ് ഇപ്പൊ ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ കയറുമ്പോഴും വലിയൊരു വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറുകയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി കൂടെ. ഫിനാൻഷ്യൽ കാര്യം മാത്രം നോക്കിയിട്ട് പോയതാണ്. ഓൾറെഡി എന്നോട് പോകുമ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു, കാരണം സാധാരണ അങ്ങനെ ഒരു ഷോയിലേക്ക് പോകുന്നത് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഓൾറെഡി എനിക്ക് നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു എന്തിനാ പോണേ, ഓൺലി ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടി മാത്രം പോയതാണ്. പിന്നെ ആ ഒരു എക്സ്പോഷർ ഞാൻ അങ്ങനെ എടുത്തിട്ടുമില്ല. ഞാനത് കഴിഞ്ഞു, അതവിടെ നിർത്തി. അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിച്ചിട്ടൊന്നുമില്ല. പിന്നെ സിനിമയിൽ അഭിനയിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പണ്ട് തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം നമ്മളെ തന്നെ കാണുന്ന ഒരു സാധനം ഉണ്ട്, ഒരു ചട്ടക്കൂടുണ്ടല്ലോ. അപ്പൊ ആൾക്കാരുടെ അടുത്ത് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറയുമ്പോൾ അയ്യേ ഇവൻ എന്താ പറയുന്നത് എന്നുള്ളത് എനിക്കൊരു മുൻധാരണ ഉണ്ടായിരുന്നു. അപ്പൊ ഇവൻ എന്തായി പറയണേ. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ഞാനൊരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം. അങ്ങനെ ഭാഗ്യം കൊണ്ട് ജോയിച്ചേട്ടൻ്റെ ഒരു ഇതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചു. അതും ജോയിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര എൻ്റെ ഒരു സിനിമാ കരിയർ ആരംഭിക്കുന്നത് ജോയിച്ചേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളായിട്ടാണ്. ജോയിച്ചേട്ടൻ്റെ ഡെബ്യൂ ഡയറക്ഷനിലാണ്. അതിനെ സംബന്ധിച്ച് അതിൽ കൂടുതൽ ഭാഗ്യമൊന്നുമില്ല. സാഗർ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് കേറണം എന്നൊക്കെ ആ തോന്നൽ വരാൻ കാരണം? എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഷോ, ബിഗ് ബോസ് ഷോ. അപ്പൊ അത് ഒരേ സമയം തന്നെ തട്ടിമുട്ടിയിലെ പരിപാടി എന്റെ നടക്കണ്ടാവും. പക്ഷെ അമ്മ ഈ പ്രോഗ്രാമൊക്കെ കാണുള്ളൂ. മകന്റെ പരിപാടി അത് പിന്നെയും കാണാലോ, ഞാൻ ഈ പരിപാടി കാണട്ടെ അങ്ങനെ ഒരു ദിവസം. ഞാൻ ഒരു ദിവസം വരും നമുക്ക് രീതിയിൽ അമ്മ പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ കയറിയത്. കുരുതി ചെയ്യുമ്പോ കുരുതിയിലാണ് ഇപ്പോ സാഗറിന്റെ മാമുക്കോയ, പൃഥ്വിരാജ് കുമാരൻ, മുരളി ഗോപി, നസ്രൻ, പിന്നെ സാഗർ, അങ്ങനെ ടൈറ്റിൽ പോസ്റ്റർ തന്നെ ഇത്രയും ക്യാരക്ടേഴ്സ് വരുന്ന ഒരു പോസ്റ്റർ ആദ്യമായിട്ട് കാണുന്നത് കുരുതി വരുമ്പോൾ. ഇത്രയും പേരെ ടൈറ്റിൽ ക്യാരക്ടേഴ്സ്, കാരണം ഇത്രയും പേരുടെ കൂടെ അതെ ഇത്രയും ഫസ്റ്റ് സിനിമ കണ്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ അന്ന് ഇറങ്ങിയിട്ടില്ല. ഉപചാരപൂർവ്വം ഗുണ്ടാജ എന്ന് പറയുന്ന സിനിമയാണ് എനിക്ക് നല്ലൊരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിക്കുന്നത്. അതിന് മുന്നേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് 3-4 സിനിമകളൊക്കെ. അരുൺ വൈകച്ചേട്ടനാണ് എന്റെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് ആ സിനിമ ഇറങ്ങിയില്ല, മീൻസ് ഇറങ്ങിയ വെച്ചാൽ കൊറോണ സമയമായിരുന്നു. അപ്പൊ ആ സിനിമ പൃഥ്വിരാജിന്റെ മാനേജർ കണ്ട്, ഹാരിസ് ദേശം കണ്ട്, അങ്ങനെ ഇങ്ങനെ ഒരു പയ്യനുണ്ടാവും കൊള്ളാം, രാജചേട്ടൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തു. അപ്പൊ രാജചേട്ടൻ ഹാരിസക്കാരുടെ അടുത്ത് പറഞ്ഞു നന്നായി അഭിനയിച്ചില്ലെങ്കിൽ ഞാൻ ശരിയാക്കിരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലില്ല ഗ്യാരണ്ടിയാണ്, പയ്യൻ കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ ഉഷാദ് ബാലാരി ഇല്ലല്ലോ, അയൽവാസി പടത്തിന്റെ ഡയറക്ടർ, അവരും ആ ക്രൂ ആണ് എന്നെ ഓഡീഷൻ ചെയ്ത് വീഡിയോ രാജചേട്ടൻ അയച്ചു കൊടുത്ത് ഓക്കെ അടിച്ചത്. അത് ഭയങ്കര ഭയങ്കര ഹാപ്പി മൂന്നായിരുന്നു. അങ്ങനത്തെ ഒരു വലിയ ക്രൂവിന്റെ കൂടെ ഇത്രയും പൊളിയല്ലേ രാജചേട്ടൻ. ത്രൂട്ട് ശ്രീന്ദ, മമ്മൂക്കോയ സാറ്, നസ്ലിൻ നിന്ന് അവന്റെ സ്റ്റേജ് ഭയങ്കര വലിയ അടിപൊളിയായി, ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അന്ന് നിങ്ങളുടെ ഒരു ക്ലിപ്പ് ഇങ്ങനെ പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂല് പറയുമ്പോഴും അല്ലെ സാഗർ നസ്ലിൻ രണ്ടുപേരും ഇനി മലയാള സിനിമയില് ഭയങ്കര ഇതായിരുന്നു. രാജചേട്ടൻ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് പറഞ്ഞിരുന്നു, ഇവർക്ക് രണ്ടുപേർക്കും നല്ല സിനിമകൾ കിട്ടി, മലയാള ഇൻഡസ്ട്രിയിൽ വരണം,
അതിനുള്ള ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷമാണ്. ഇത്രയും വലിയ ആള് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇനി മുന്നോട്ട് കയറി വരും, ഒന്നും കാണേണ്ട ആള് പറയില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ അന്ന് എനിക്ക് എന്താണെന്നറിയില്ല, OTT സിനിമയിലൊന്നും ഇറങ്ങി ഞാൻ എല്ലാവരും കണ്ടിട്ട് ആ സിനിമ, പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി അങ്ങനെ ഞാൻ തോന്നുന്നു. എനിക്ക് അവിടുന്ന് അങ്ങോട്ട് ഞാനിപ്പോൾ ഷാജി കൈലാസ് സാറിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, കാപ്പയാണെങ്കിലും. പക്ഷെ എനിക്ക് പെർഫോമൻസ് ചെയ്യേണ്ട വലിയ ക്യാരക്ടേഴ്സ് അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിന് ഇപ്പോൾ പുതിയതായിട്ട് 3 വർഷമായി. പക്ഷെ അതിന് ഇന്ന് വന്നു പണി എന്ന് പറഞ്ഞൊരു സിനിമ. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു പെർഫോമൻസ് ചെയ്യാനുള്ള ഒരുപാട് സ്പേസ് ഈ ക്യാരക്ടറിന് എനിക്ക് ചോദിച്ചിട്ടും തന്നു. ഇനി ഒരു പക്ഷേ പണിയിലൂടെ ആവട്ടെ ഇനി അടുത്തൊരു എന്തെങ്കിലും വലിയൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ജുനൈസിന് ഇപ്പോൾ ഫസ്റ്റ് പടത്തില് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സിങ്ക് ഭയങ്കര വർക്ക് ആവണം എന്നൊക്കെ പറഞ്ഞു. സാഗറാണ് കൂടുതൽ കൂടെ ഉള്ളത്. നിങ്ങൾ ഇപ്പൊ ഈ പടത്തിന് വേണ്ടിയല്ല, നിങ്ങൾ മുമ്പും സൗഹൃദമുണ്ട് നിങ്ങളുടെ. സാഗറിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ എങ്ങനെയാണ്? രണ്ടുപേരോടും ചോദിക്കുമോ? അടിപൊളിയായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങള് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപേ നമ്മളെ അതുപോലെ ആയിരുന്നു. സിനിമയ്ക്ക് വേണ്ടി ഉള്ള സൗഹൃദം അല്ലല്ലോ, അല്ലല്ല, സിനിമയ്ക്ക് വേണ്ടിയുള്ള സൗഹൃദം അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മളൊരു ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ സിനിമയിലും ഒരു സൗഹൃദത്തിലുള്ള ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. അപ്പം അത് ഞാൻ ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, നമ്മളെ റിയൽ ലൈഫിൽ സുഹൃത്തുക്കളായ 2 ആൾക്കാര് സിനിമയിൽ ഒരുമിച്ച് സിനിമ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. ഇവൻ കുറെ സിനിമ ചെയ്തിട്ടുണ്ട്, എൻ്റെ ആദ്യ സിനിമയാണ്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങോട്ടും അങ്ങനെ പെർഫോമൻസ് രീതിയിലും ഇങ്ങോട്ട് അങ്ങനെ തരാറുണ്ടോ? പെർഫോമൻസ് എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസിന്റെ ഒരു ഫീഡ്ബാക്ക് ഇല്ല അങ്ങനെ ഇവൻ പറഞ്ഞു തരും, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെയൊന്നുമില്ല, ഇവൻ പറഞ്ഞു തരും. പക്ഷെ ഇവനും ഒരു ഇതെന്ന് വെച്ചാല് ഫുൾ ചേട്ടൻ്റെയിലാണ് ഫുൾ ഡയറക്ഷൻ എങ്ങനെയാണെന്ന്. ഇപ്പൊ നമ്മളിത് പറഞ്ഞ തെറ്റായിരിക്കും ആ പ്രോസസ്സ്. അത് പിന്നെ കൂടുതൽ ആക്ടർ എന്നുള്ള രീതിയിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. അപ്പൊ ഞാൻ പറയുകയാണെങ്കിലും വേണ്ട എന്തൊക്കെയാണ് ജോയിച്ചേട്ടൻ പറഞ്ഞു തരും. എന്റെ അടുത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ജോയിച്ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും, ജോയിച്ചേട്ടൻ പറഞ്ഞു തരും. എടാ അങ്ങനെയല്ല ചെയ്യണ്ടേ, ഇങ്ങനെയാണ് ചെയ്യണ്ടേ, എടാ ഇങ്ങനെ ചെയ്ത നമുക്കൊരു ധാരണയുണ്ട്, ഇതാണ് അത് തെറ്റാണ്, അപ്പൊ അല്ല ഇങ്ങനെ ചെയ്യണം. അപ്പൊ ജോയിച്ചേട്ടൻ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനിൽ അങ്ങനെ അങ്ങ് പോയതാ. പണി എന്ന സിനിമ അപ്പോൾ ഭയങ്കര വിജയമാവട്ടെ, നിങ്ങളുടെ കരിയറിലും ഒരു ഭയങ്കര മൈൽ സ്റ്റോൺ ആയിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും സിനിമ പോയിട്ട് കാണുക. ജോയിച്ചേട്ടന്റെ ഫസ്റ്റ് ഡയറക്ഷൻ ആണ്, അതാണ് ഈ സിനിമയിലെ മെയിൻ അട്രാക്ഷൻ. അപ്പം ടെക്നിക്കലി ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പൊ എല്ലാവരും 24-ാം തീയതി പോയിട്ട് ടിക്കറ്റ് എടുക്കുക. പണിക്ക് പോയിട്ട് എല്ലാവരും പണി കാണാൻ പോകാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അങ്ങനെ നമുക്ക് പുതിയ ഒരു ഡയറക്ടർ ജോയിച്ചേട്ടൻ വരികയാണ്. ഇനി ഒരുപാട് സിനിമകൾ ജോയിച്ചേട്ടൻ മനസ്സിലുണ്ട്. അതൊക്കെ ഇനി ഭാവിയിൽ സംഭവിക്കും. താങ്ക് യു സോ മച്ച്.